കോഴിക്കോട് മാവൂരിലെ നവീകരിച്ച ആധുനിക ശ്മശാനത്തിന്റെ ഉദ്ഘാടനം വീണ്ടും നടത്തുന്നത് അപ്രസക്തമെന്ന കോർപ്പറേഷൻ UDF കൗൺസിലർ KC ശോഭിത. വമ്പിച്ച ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഡിസംബർ 26-ന് ശ്മശാനം പ്രവർത്തനം ആരംഭിച്ചതാണ്. ഇനിയും ഉദ്ഘാടനത്തിന്റെ പേരിൽ കോർപ്പറേഷൻ മറ്റൊരു മാമാങ്കം നടത്തുന്നത് എന്തിനാണെന്നും KC ശോഭിത ചോദിച്ചു. മാവൂരുട്ടിലെ പഴയ ശ്മശാനം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ജനുവരി 5-ന് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും ചേർന്ന് ഉദ്ഘാടനം ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ MT വാസുദേവൻ നായരുടെ സംസ്കാരത്തിനായി ഡിസംബർ 26-ന് ശ്മശാനം തുറന്നു. ഈ സാഹചര്യത്തിൽ വീണ്ടും ഉദ്ഘാടനം എന്ന പേരിൽ മറ്റൊരു മാമാങ്കത്തിന് പ്രസക്തിയില്ലെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നുമാണ് UDF കൗൺസിലർ ശോഭിതയുടെ ആരോപണം. നമുക്ക് തന്നെ അറിയാം, പല സർക്കാർ പരിപാടികളും മുൻപുള്ള പരിപാടികളായാൽ മുൻപത്തെ സർക്കാരുകളുടെ തുടർച്ചയായാൽ പോലും ഉദ്ഘാടന മാമാങ്കങ്ങൾ പല അവസരങ്ങളിലായി നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചുവട് പിടിച്ച് കോഴിക്കോട് കോർപ്പറേഷനും പ്രസക്തമല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ജനങ്ങളുടെയും അതുപോലെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം സമയവും അതിനുള്ള പണച്ചെലവും ഒക്കെ വെറുതെ യഥാവിൽ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി ഉപയോഗിക്കാമെന്നാണ് തോന്നുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2.28 കോടി രൂപയും കോർപ്പറേഷൻ വകയിരുത്തിയ 4.92 കോടി രൂപയും വിനിയോഗിച്ചാണ് ശ്മശാനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. കോർപ്പറേഷന്റെ അഴക് ശുചിത്വ പ്രോട്ടോകോൾ അനുസരിച്ചായിരുന്നു നിർമ്മാണവും പരിപാലനവും. നാനാജാതി മതസ്ഥർക്ക് അവരുടെ ആചാരപ്രകാരം സംസ്കാരം നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മരണാനന്തര ചടങ്ങുകൾക്ക് എല്ലാവിധ സാധനങ്ങളും ലഭ്യമാകുന്ന ക്രിയോസ്കും നവീകരിച്ച ശ്മശാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.